നമസ്കാരം. ഞാൻ ഡോക്ടർ സായിജി ടോക്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഫിറ്റ്നസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന യുവാക്കളും മുതിർന്നവർ ആരാണെങ്കിലും അവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. സാധാരണയായി ഇന്ന് യുവാക്കളുടെ ഇടയിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ബോഡി ഫിറ്റ്നസ്സിന് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം ചെറുപ്പക്കാർ കൂടുതൽ ആരോഗ്യത്തിനെ കുറിച്ച് ഇന്ന് ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീര സൗന്ദര്യം സങ്കല്പവും വ്യത്യസ്തമാണ്. കുറച്ച് കൂടുതലായി അവർ സിക്സ് പാക്കോ അങ്ങനെ എന്തൊക്കെ ഉള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയും ജിമ്മിൽ വളരെയധികം സമയം ചെലവഴിക്കുന്ന ആൾക്കാരുമാണ്. അവർക്ക് വേണ്ടി, നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രെയിനിങ് നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു കാര്യം അറിയിക്കുവാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഫിറ്റ്നസ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് തന്നെ ഓരോരോ പാർട്ടായിട്ട് അത് ബൈസെപ്സ്, ട്രൈസെപ്സ് ഇങ്ങനെ ഒരു ഭാഗമായിട്ട് നമുക്ക് പ്രത്യേകം പരിശീലനം തരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. എന്നിരുന്നാലും ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഒരു പഠന റിപ്പോർട്ടിൽ, ആൻസെറ്റിൻ്റെ ഒരു പഠന റിപ്പോർട്ടിൽ ഏകദേശം 1,40,000 പേരിൽ 17 രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആൾക്കാരിൽ നിന്നും പരീക്ഷിച്ച് മനസ്സിലാക്കിയിടത്തോളം കണ്ടെത്തിയ പുതിയ നിഗമനം കൈപ്പത്തിയുടെ ഗ്രിപ്പ്, കൈപ്പത്തിയുടെ ആരോഗ്യം അവൻ്റെ ബാക്കി അസുഖം വരാനുള്ള സാധ്യതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. കൈപ്പത്തിയുടെ ആരോഗ്യക്കുറവ് യഥാർത്ഥത്തിൽ ഭാവിയിൽ, അതായത് ഗ്രിപ്പിൻ്റെ കുറവ്, ഗ്രിപ്പിനുള്ള ബലക്കുറവ്, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപ്പറാമിലും ഫോറാമിലും ഒക്കെ ശക്തിപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും ലോവർ ഇതിലുമുള്ള കൈക്ക് തുടമസിലും കാഫ് മസിലും ഒക്കെ ശക്തിപ്പെടുത്തേണ്ടതിനോടൊപ്പം ഏറ്റവും അധികം പ്രാധാന്യമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് കൈപ്പത്തിയുടെ ഗ്രിപ്പിനാണ്. അപ്പോൾ കൈപ്പത്തിയുടെ ഗ്രിപ്പ് ഏകദേശം ഒരു 4 വർഷം കൊണ്ട് ഒരു 5 കിലോ കൈപ്പത്തിയുടെ ഗ്രിപ്പ് കുറയുന്ന വ്യക്തികൾക്ക് ഏകദേശം ഒരു 17% ഹൃദ്രോഗ സാധ്യത വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഭാവിയിൽ അത് ഒബേസിറ്റി ഉൾപ്പെടെ പല പ്രശ്നങ്ങൾ, ഈവൻ കോഗ്നിറ്റീവ് ഡിക്ലൈൻ, അതായത് നമ്മുടെ എന്താ പറയുക തലച്ചോറിലെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള അതിൻ്റെ ഒരു ഇതുപോലും ഡിക്ലൈൻ വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ശാസ്ത്രം ഇന്ന് ഫിറ്റ്നസ്സിന് ഏറ്റവും അധികം, നമുക്കറിയാം കാലിൻ്റെ കാഫ് മസിലിൻ്റെ മുട്ടിൻ്റെ താഴെ നമ്മുടെ കാൽ വെള്ളയിലുള്ള കാലിൻ്റെ ബാക്കിലുള്ള കാഫ് മസിലിൻ്റെ ഏറ്റവും സെക്കൻഡ് ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഡയബറ്റീസ് പോലുള്ള രോഗങ്ങൾ തടയാൻ കഴിയുമെന്ന് പറയുന്നതിനോടൊപ്പം അതേ ഇമ്പോർട്ടൻസ് എന്ന് ശാസ്ത്രം പറയുന്നത് കൈയുടെ ഗ്രിപ്പിലാണ്. അപ്പോൾ കൈയുടെ ഗ്രിപ്പിൽ അതിനെ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പറഞ്ഞതുപോലെ ഒരു 4 വർഷം കൊണ്ട് ഒരു 5 കിലോ ഫിറ്റ്നസ്സിൻ്റെ ഇത് കുറയുകയാണ് എങ്കിൽ തീർച്ചയായും അവനുള്ള ഹൃദ്രോഗ സാധ്യത വരാൻ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഫിറ്റ്നസ് ട്രെയിനിങ്ങിനും അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന യുവാക്കളും ബാക്കിയുള്ള മുതിർന്നവരാണെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ടത് കൈപ്പത്തിയുടെ ഗ്രിപ്പ് അല്ലെങ്കിൽ ആരോഗ്യം കൂട്ടുവാനുള്ള തരത്തിലുള്ള എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമ മുറകൾ ശീലിക്കണമെന്നുള്ളതാണ്. അതിനായി നമുക്കറിയാം, അതിന് നമ്മൾ സാധാ ജനറലായിട്ടുള്ള പുഷപ്സ് എടുക്കുന്നതിന് പകരം ഫിംഗർ പുഷപ്സ് എടുക്കുക. അതിന് നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത്. ബാർ ഹാങ്, ഒരു ബാറിൽ ഏകദേശം ഒരു 90 തൊട്ട് 120 സെക്കൻഡ് വരെ തൂങ്ങി നിൽക്കുക. പിന്നെ ടെന്നീസ് ബോൾ സ്ക്യൂസിങ് എന്ന് പറയുക, അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെന്നീസ് ബോൾ എടുത്തതിന് ശേഷം ഒരു 15 തൊട്ട് 30 സെക്കൻഡ് നമ്മളത് സ്ക്യൂസ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മുടെ കൈവിരലുകൾക്ക് കൂടുതൽ ശക്തി കിട്ടുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നനഞ്ഞ നനഞ്ഞ ടവൽ നമ്മൾ, അത് പക്ഷേ നല്ല കട്ടിയുള്ള ടവൽ നല്ലവണ്ണം ശക്തിയായിട്ട് ഏകദേശം ഒരു 1 തൊട്ട് 2 മിനിറ്റ് വരെ അതിങ്ങനെ സ്ക്യൂസ് ചെയ്യാൻ, പിഴിഞ്ഞ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുവാനുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. പുഷപ്സ് തന്നെയാണ് തീർച്ചയായും ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഗ്രൗണ്ടിൽ സാധാ പുഷപ്സ് എടുക്കാൻ ആദ്യം ബുദ്ധിമുട്ടുള്ളവർ അവർ വാൾ പുഷപ്സ് എടുക്കുക എന്നുള്ളതാണ്. ചുവരോട് ചേർത്ത് കൈപ്പത്തി ചേർത്ത് വെച്ച് ആദ്യം എടുക്കുക. അതിനുശേഷം കൈ വിരലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചുവരിൽ ഫിക്സ് ചെയ്തുകൊണ്ട് ചുവരിലോട്ട്
പുഷപ്സ് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഗ്രൗണ്ടിൽ ഫിംഗർ പുഷപ്സ്. ഇപ്പോൾ ഫിംഗർ പുഷപ്സിനാണ് ഏറ്റവും അധികം ഇന്ന് ശാസ്ത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ടെന്നീസ് ബോൾ സ്ക്യൂസ് ചെയ്യുന്നത് 3 സെക്കൻഡ് 10 സെക്കൻഡ് വരെ അതിങ്ങനെ ദൈനംദിനം കൂട്ടി വരാമെന്നുള്ളതാണ്. അപ്പോൾ ടെന്നീസ് ബോൾ സ്ക്യൂസിങ്, മറ്റേ റോഡ് ഹാങ്ങിങ്, അതുപോലെ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ചെറിയ ഭാരമുള്ള വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ വിരലുകൾ കൊണ്ട് എടുക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു അറിവ് ഫിറ്റ്നസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന യുവതലമുറയുടെ മുമ്പ് ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഫിംഗർ പുഷപ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുരുക്കത്തിൽ കൈക്ക് അത്രയും പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അപ്പർ ആമും ഫോർ ആമും ഒക്കെ മസിലും ഒപ്പം നമ്മുടെ തോളല്ലും സ്കാപ്പുലാർ മസിൽ, സ്കാപ്പിലേക്ക് ചുറ്റുമുള്ള തോളല്ലിനും, അപ്പോൾ ഇതിന് ചുറ്റും ഈ കൈക്കും കൈവിരലുകൾ, തോള്, ഇത്രയും ദൃഢപ്പെടുത്തുന്ന വ്യായാമമുറകൾ, ബാക്കി വ്യായാമമുറകൾക്ക് അപേക്ഷിച്ച് ഇത്രയും വ്യായാമമുറകൾക്ക് കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.